നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് മെസ്സേജ് വരുമ്പോൾ ആ മെസ്സേജിൻ്റെ കൂടെ അവസാനത്തിൽ പി, ജി, എസ്, പി എന്നിങ്ങനെയുള്ള പല അക്ഷരങ്ങളുമായിട്ട് ഇനി അഥവാ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഇനി മുതൽ ശ്രദ്ധിച്ചോളൂ. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോ അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. ഇതുവരെ ഇങ്ങനെ കാര്യം അറിയില്ലല്ലോ ബ്രോ, പറഞ്ഞതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോക്കൊരു ലൈക്കും കൊടുത്തോ. അപ്പോൾ എന്തായാലും എന്താണ് അക്ഷരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മെസ്സേജിൻ്റെ അവസാനത്തിൽ കാണുന്ന അഥവാ മെസ്സേജ് അയച്ച ആ ഒരു സർവീസിൻ്റെ അവസാനത്തിൽ കാണുന്ന പ്രത്യേകമായിട്ടുള്ള അക്ഷരങ്ങളെക്കുറിച്ചാണ്. ഈ അക്ഷരങ്ങൾ നമുക്ക് വരാൻ തുടങ്ങിയത് മെയ് 6 മുതലാണ്. ഇതിനെക്കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്കിത് ഏത് രീതിയിലുള്ള മെസ്സേജുകളാണ് എന്നുള്ളത് വളരെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ, സിംഗിൾ ലെറ്റർ അക്ഷരങ്ങൾ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് അക്ഷരങ്ങളെന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകളെന്നും നോക്കാം. ഈ ഓരോ അക്ഷരങ്ങൾ കൊണ്ടും പ്രത്യേകമായ സൂചനകളാണ് മെസ്സേജ് വഴി നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങളുടെ കോണ്ടാക്റ്റിൽ സേവ് ചെയ്യാത്ത മറ്റുള്ള രീതിയിലുള്ള മെസ്സേജുകൾ നമുക്ക് വരാറുണ്ട്. അഥവാ ആദ്യത്തിൽ AX അങ്ങനെ തുടങ്ങി മറ്റേതെങ്കിലും ബാങ്കിൻ്റെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഫർമേഷൻ ആയിട്ടുള്ളതോ അതല്ലെങ്കിൽ മറ്റേ പല രീതിയിലുള്ള മെസ്സേജുകളും വരും. നിങ്ങൾ സേവ് ചെയ്യാത്ത കോണ്ടാക്റ്റിൽ നിന്നോ അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫോൺ നമ്പറിൽ നിന്നോ അല്ലാത്ത ഓട്ടോമാറ്റിക് ആയിട്ടുള്ളതോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസ് നമുക്ക് അയക്കുന്നതായിട്ടുള്ള മെസ്സേജുകൾക്ക് നമുക്ക് അത് സ്പാം ആണോ അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻ ആണോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഓരോ അക്ഷരങ്ങൾ വെവ്വേറെ ആയിട്ട് കാണിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോ അതല്ലെങ്കിൽ മറ്റുള്ള ബാങ്ക് സർവീസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള മെസ്സേജാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കവിടെ അതാത് ബാങ്കിൻ്റെ പേരിന് തൊട്ടപ്പുറത്ത് ഡാഷ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എസ് എന്നുള്ള അക്ഷരമായിരിക്കും. അഥവാ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അതല്ലെങ്കിൽ സർവീസ് മെസ്സേജ് അങ്ങനെയുള്ളതാണ് ഈ ഒരു എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് കാണാൻ സാധിക്കുക ടി എന്നായിരിക്കും. ടി അഥവാ ട്രാൻസാക്ഷൻ അലേർട്ട്. ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്തതിൻ്റെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലുമുള്ള ഓൺലൈൻ ട്രാൻസാക്ഷനുകളോ അങ്ങനെയുള്ള ഏതെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട OTP വരുന്നതാണെങ്കിലും ശരി, അതിന് സൂചിപ്പിക്കുന്ന ലെറ്റർ സൂചിപ്പിക്കുന്നത് ടി എന്നുള്ളതാണ്. അഥവാ ട്രാൻസാക്ഷൻ എന്നാണ് ആ ടി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് വരുന്നത് ജി എന്നുള്ളതായിരിക്കും. അഥവാ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള മെസ്സേജുകൾക്ക് ജി എന്നായിരിക്കും നമുക്ക് ലഭിക്കുക. ഉദാഹരണത്തിന് ഏതെങ്കിലും ഗവൺമെൻറ് സർവീസുകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മെസ്സേജുകളാണ് നിങ്ങൾക്ക് വരുന്നത്. ഉദാഹരണം ഏതെങ്കിലും ഫ്ലഡ് അലർട്ടുകൾ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോം അലർട്ട് അങ്ങനെയുള്ള ഏതെങ്കിലും അലർട്ടുകൾ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ജി എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ലെറ്ററോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് ആ ഒരു മെസ്സേജിൻ്റെ ടൈറ്റിൽ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ട്രായിൽ നിന്നുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫർമേഷൻ മെസ്സേജുകളാണെങ്കിലും നിങ്ങൾക്ക് ജി എന്ന് തന്നെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. മറ്റും നമുക്ക് ലഭിക്കുന്നത് പി എന്നാണ്. അഥവാ പ്രൊമോഷണൽ. നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന നോട്ടിഫിക്കേഷൻ കൂടിയായിരിക്കും അത്. കാരണം നമുക്ക് നിരവധി പ്രൊമോഷൻ മെസ്സേജുകൾ വരാറുണ്ട്. അത് ഈ ഒരു അക്ഷരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. കാരണം പ്രൊമോഷൻ മെസ്സേജുകളിലാണ് ഏറ്റവും കൂടുതൽ സ്പാം ആയിട്ടുള്ളതും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അവസാനത്തിൽ പി എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പ്രൊമോഷനാണ്. ഏതെങ്കിലും രീതിയിലുള്ള കമ്പനികളുടെ പ്രൊമോഷനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഡക്റ്റുകളുടെ പ്രൊമോഷനോ ഏതും ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഓട്ടോമാറ്റിക് മെസ്സേജുകളൊക്കെ വരുന്നതിന് അവസാനത്തിൽ പി എന്നുള്ളൊരു ലെറ്റർ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള വ്യത്യസ്തമായ അക്ഷരങ്ങളോട് കൂടി നമുക്ക് ഓരോ മെസ്സേജും ഏത് രീതിയിലുള്ളതാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പുതിയതായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കുമല്ലോ ഇത്. അപ്പോൾ ഇത് എല്ലാവരിലേക്കും എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. എന്തായാലും പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.